വാർത്തകൾ തുടരുന്നു. വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മണിക്കൂറുകൾക്കകം 4G സേവനമൊരുക്കി BSNL. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആശയവിനിമയം പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാനാണ് BSNL അടിയന്തര ഇടപെടൽ നടത്തിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ഉടൻ വാർത്താവിനിമയം തടസ്സപ്പെടാതിരിക്കാനുള്ള അടിയന്തര നടപടിയാണ് BSNL സ്വീകരിച്ചത്. വൈദ്യുതി തടസ്സപ്പെട്ടാൽ പോലും മൊബൈൽ ഫോൺ സേവനം തടസ്സപ്പെടാതിരിക്കാൻ ടവറുകളിൽ ജനറേറ്റർ പ്രവർത്തനം ഉറപ്പാക്കി. ജില്ലയിൽ സുഗമമായ മൊബൈൽ സേവനം ലഭ്യമാക്കാൻ മണിക്കൂറുകൾക്കകം 4Gയും പ്രവർത്തനക്ഷമമാക്കിയതായി കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ചുമതലയുള്ള സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നറിഞ്ഞ ഉടനെ തന്നെ BSNLന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും BSNLന്റെ ടവർ, ചുരൽമലയിലുള്ള ടവറിൽ ഡീസൽ ഫില്ല് ചെയ്യുകയുമാണ് ചെയ്തത്. സാധാരണ ഇത്തരം സിറ്റുവേഷനിൽ പവർ സപ്ലൈ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 100% അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ നമ്മൾ ഡീസൽ ഫില്ല് ചെയ്ത് വെച്ചു നമ്മുടെ എൻജിനിൽ. ഈ ഒരു നടപടി എടുത്തതോടുകൂടി നമുക്ക് ഇന്ന് വരെ നമുക്ക് ഒരു ഡിസ്ട്രപ്ഷനും ഇല്ലാതെ സർവീസ് എൻഷുർ ചെയ്യാൻ സാധിച്ചു. സാധാരണ 4G സേവനത്തിൽ നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ദൂരപരിധിയിൽ സേവനം ഉറപ്പാക്കാൻ 700 മെഗാ ഫ്രീക്വൻസിയാണ് വയനാട്ടിൽ ഉറപ്പുവരുത്തിയത്. മേപ്പാടിയിലും ചൂരൽമലയിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ 4G സർവീസ് സ്റ്റാർട്ട് ചെയ്തു. സാധാരണഗതിയിൽ ലൈവ് ആയിട്ട് 4G ഇൻസ്റ്റാൾ ചെയ്യാറില്ല. ഇത് 2G സർവീസ് ഡിസ്റപ്റ്റ് ചെയ്യാതെ തന്നെ ലൈവ് സംവിധാനത്തിൽ നമ്മൾ 4G ഇൻസ്റ്റാൾ ചെയ്യുകയും കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഇതിനു പുറമെ സർക്കാരിന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിവേഗ ഇന്റർനെറ്റും ടോൾ ഫ്രീ നമ്പറുകളും ലഭ്യമാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണ് BSNL. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്, വയനാട്.